ഇന്ന് ഒരു ദുരന്തത്തിന്റെ വാർഷിക ദിനം കൂടിയാണ്. മറ്റൊന്നുമല്ല, പുല്ലുമേട് ദുരന്തം നടന്നിട്ട് ഇന്ന് 14 വർഷങ്ങൾ തികയുകയാണ്. പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാകും, ഇതുപോലൊരു മകരവിളക്ക് ദിവസമാണ് ആ ദുരന്തമുണ്ടായത്. മകരജ്യോതി ദർശിച്ച് പുല്ലുമേട് മലയിറങ്ങി കൂട്ടമായി വന്ന തീർത്ഥാടകരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 2011 ജനുവരി 14 രാത്രി 8-നായിരുന്നു നാടിന് നടുക്കിയ ആ വലിയ ദുരന്തമുണ്ടായത്. മകരജ്യോതി ദർശിച്ച് പുല്ലുമേട് മലയിറങ്ങി കൂട്ടമായി വന്ന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. മകരജ്യോതി ദർശിച്ച ശേഷം സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് ദുരന്തമുഖത്തേക്ക് എത്തിച്ചത്. 2 ലക്ഷത്തോളം അയ്യപ്പന്മാർ മകരവിളക്ക് കാണാൻ അന്ന് പുല്ലുമേട്ടിൽ തമ്പടിച്ചിരുന്നതായാണ് കണക്കുകൾ. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന ചെങ്ങലകളിൽ തട്ടി തീർത്ഥാടകർ കൂട്ടമായി വീണു കിടന്നിരുന്ന തീർത്ഥാടകരിലധികം പേരും മരിച്ചത് ശ്വാസകോശത്തിനേറ്റ ക്ഷതം മൂലമായിരുന്നു. വാരിയെല്ലുകൾ ഒടിഞ്ഞ് ഹൃദയത്തിലും ശ്വാസകോശത്തിലും കയറി. വണ്ടിപ്പെരിയാർ മുതൽ ഉപ്പുപാറ വരെയുള്ള ഗതാഗത കുരുക്കുമൂലം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതും മരണനിരക്ക് കൂടാനിടയായി. വണ്ടിപ്പെരിയാർ, കുമളി സർക്കാർ ആശുപത്രികളിലാണ് അപകടത്തിൽപ്പെട്ടവരെ ആദ്യം എത്തിച്ചത്. ആശുപത്രികളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടി വന്നു. രക്ഷാപ്രവർത്തകർക്ക് ആ രാത്രി ഒരിക്കലും മറക്കാനാവില്ല. മൃതദേഹങ്ങളെല്ലാം അന്ന് രാത്രി തന്നെ കുമളി പ്രാഥമിക കേന്ദ്രത്തിലേക്ക് മാറ്റി. ഞെട്ടലോടെയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ഇന്നും ആ ദിനം ഓർത്തെടുക്കുന്നത്. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു മരിച്ചവരിലേറെയും. തേക്കടി ബോട്ട് ദുരന്തത്തിന് ശേഷം കുമളി കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പുല്ലുമേട് ദുരന്തം. കൈരളി ന്യൂസ്, ഇടുക്കി.